ദില്ലിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിശൈത്യം തുടരുന്നു. ദില്ലിയിലെ വിവിധയിടങ്ങളിൽ മഴയും ശീതക്കാറ്റും തുടരുന്നു. മൂടൽമഞ്ഞും ശൈത്യവും രൂക്ഷമായതോടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. സ്വാതി ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സ്വാതി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദില്ലിയിലും അതിശൈത്യം തുടരുന്ന സാഹചര്യം, ദില്ലിയിലെ വിവിധയിടങ്ങളിൽ മഴയും ഒപ്പം ശീതക്കാറ്റും തുടരുന്നു. എങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ? നന്ദു, കുറെ ദിവസങ്ങളായി കനത്ത അല്ലെങ്കിൽ അതിശൈത്യത്തിലേക്ക് തന്നെയാണ് ദില്ലിയും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ താപനില സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 17 ഡിഗ്രിയാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് 7 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്കാണ് ദില്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാഴ്ചാപരിധി, റൺവേയിലെ കാഴ്ചാപരിധിയൊക്കെ കുറയുന്നത് ഈ വ്യോമ സർവീസുകളൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കപ്പെടുകയും അതോടൊപ്പം തന്നെ വൈകുകയും ചെയ്യുന്നത്. അതോടൊപ്പം ട്രെയിൻ സർവീസുകളെയും കാര്യമായി ഈ മൂടൽമഞ്ഞ് ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 25ഓളം ട്രെയിൻ സർവീസുകൾ ഇന്ന് വൈകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരിയ മഴയും ശീതക്കാറ്റും തുടരുന്നതും ജനജീവിതം ദുസ്സഹമാക്കുക തന്നെയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇനിയും ഈ തണുപ്പ് അല്ലെങ്കിൽ അതിശൈത്യം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടി പെയ്യുമെന്നുള്ള അറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ട്രെയിൻ സർവീസുകളും അതോടൊപ്പം തന്നെ റോഡ് റെയിൽ ഗതാഗതം ഉൾപ്പെടെ എല്ലാം താറുമാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഈ താപനില കുറച്ചുകൂടി കുറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മൂടൽമഞ്ഞ് ശക്തമായതിന് പിന്നാലെ തന്നെ വായു ഗുണനിലവാര സൂചികയും വളരെ മോശം അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. 340-ലധികം വായു ഗുണനിലവാര സൂചികയാണ് ഇന്ന് ദില്ലിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ അതിശൈത്യവുമായി ബന്ധപ്പെട്ട ശരി, സ്വാതിയാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ദില്ലിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിശൈത്യം തുടരുന്ന സാഹചര്യമാണ്. മൂടൽമഞ്ഞും ശൈത്യവും രൂക്ഷമായതോടെ ദില്ലിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.